നമ്മളെല്ലാവരും ലയൺ ആറ്റിറ്റ്യൂഡിനെ പറ്റി കേട്ടിട്ടുണ്ടാകും അല്ലേ? എന്താണ് ലയൺ ആറ്റിറ്റ്യൂഡ്? പണ്ട് മുതലേ കഥകളിലൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയും സിംഹം. കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണോ സിംഹം? ഏറ്റവും ശക്തിശാലിയായ മൃഗമാണോ? ഏറ്റവും വേഗതയുള്ള കൗശലക്കാരനായ ബുദ്ധിമാനായ മൃഗമാണോ സിംഹം? പക്ഷെ എന്നിട്ടും സിംഹമാണ് കാട്ടിലെ രാജാവല്ലേ? എങ്ങനെയാണത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശക്തവും വ്യക്തവുമായി പറയാൻ കഴിയണം. ശക്തം എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഫിഡൻറ്റോടുകൂടി പറയാൻ കഴിയണം. ക്ലാരിറ്റി വേണം. മിതമായി പറയണം. മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ താരതമ്യം ചെയ്യുകയോ നെഗറ്റീവ്സ് പറയുകയോ ചെയ്യാതെ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കേണ്ട അവസരങ്ങളിൽ മാത്രം. ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പുസ്തകങ്ങൾ വായിക്കുക, അറിവുള്ളവരാവുക. അപ്പോൾ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ക്ലാരിറ്റി ഉണ്ടാകും. ആരുടെയും മുന്നിൽ സ്വയം കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നമുക്ക് നമ്മോട് തന്നെ സ്നേഹവും ബഹുമാനവും ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടും അങ്ങനെ തന്നെ പെരുമാറാൻ കഴിയും. അപ്പോൾ ക്രമേണ മറ്റുള്ളവരിൽ നിന്നും അതെല്ലാം നമ്മളിലേക്കും വന്നു ചേരും. നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാധാന്യം നൽകുക.